T4 ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് DHCP അഥവാ ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ എന്താണെന്നും ഇത് ഒരു നെറ്റ്വർക്കിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ഒരു ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ ഉപയോഗിച്ച് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഉപകരണങ്ങളിലേക്ക് IP വിലാസങ്ങളും മറ്റ് ആശയവിനിമയ പാരാമീറ്ററുകളും സ്വയമേ നൽകുന്നതിന് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ നെറ്റ്വർക്കുകളിൽ ഉപയോഗിക്കുന്ന ഒരു നെറ്റ്വർക്ക് മാനേജ്മെന്റ് പ്രോട്ടോകോളാണ് DHCP. രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടറുകൾ പരസ്പരം യോജിപ്പിച്ച് നിർമ്മിക്കുന്ന ശൃംഖലയെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് സ്വിച്ചുകളും LAN കേബിളുകളും വഴിയാണ് ഇത് സാധ്യമാകുന്നത്. ഇന്റർനെറ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയാം. ഇതുവഴി ആശയവിനിമയം നടത്താനും വിവരങ്ങൾ പങ്കുവയ്ക്കാനും സാധിക്കുന്നു. നെറ്റ്വർക്കിൻ്റെ സുരക്ഷയ്ക്ക് DHCP വളരെയധികം പ്രാധാന്യം വഹിക്കുന്നുണ്ട്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു മോഡവും ഒരു സെർവറും പിന്നെ കുറച്ച് ക്ലയൻറ്റ് കമ്പ്യൂട്ടറുകളുമാണ്. ഇതെല്ലാം ഒരു സ്വിച്ച് മുഖേന LAN കേബിൾ വഴി കണക്റ്റഡ് ആണ്. ഈ നെറ്റ്വർക്കിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മോഡം 192.168.1.1 എന്ന IP സീരീസ് ആണ്. മോഡത്തിൻ്റെ DHCP സെർവറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന IP അഡ്രസ് 192.168.1.2 മുതൽ 192.168.1.254 വരെയാണ്. ഈ നെറ്റ്വർക്കിൽ മോഡത്തിൻ്റെ IP അഡ്രസ് 1.1ഉം സെർവറായിട്ട് വെച്ചിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ IP അഡ്രസ് 1.2ഉം മറ്റുള്ള ക്ലയൻറ്റ് സിസ്റ്റങ്ങളുടെ IP അഡ്രസ് 1.3 മുതൽ 1.11 വരെ സ്റ്റാറ്റിക്കായാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു നെറ്റ്വർക്കിൽ IP അഡ്രസ് രണ്ട് രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. ഒന്ന് സ്റ്റാറ്റിക്കായി, മറ്റൊന്ന് ഡൈനാമിക്കായി. ഏതൊരു സിസ്റ്റത്തിലും അതിൻ്റെ ലോക്കൽ ഏരിയ കണക്ഷൻ പ്രോപ്പർട്ടീസിൽ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ വേർഷനിൽ IP അഡ്രസ് ഓട്ടോമാറ്റിക്കായും മാനുവലായും സെറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ ഓട്ടോമാറ്റിക്കായാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ കമ്പ്യൂട്ടറിന് വേണ്ട IP അഡ്രസ് മോഡത്തിൻ്റെ DHCP സെർവർ IP അഡ്രസ് ഓട്ടോമാറ്റിക്കായി അസൈനാക്കി കൊടുക്കുന്നതാണ്. ഇങ്ങനെ അസൈനാക്കി കൊടുക്കുന്ന IP അഡ്രസ് ഓരോ പ്രാവശ്യവും കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ മാനുവലായാണ് IP അഡ്രസ് ഓരോ സിസ്റ്റത്തിലും സെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ IP അഡ്രസ് ഒരു കാരണവശാലും മാറുന്നതല്ല. മാനുവലായി സെറ്റ് ചെയ്യുമ്പോൾ 1 ഡോട്ട് സീരീസ് ആയതുകൊണ്ട്
ലോക്കൽ ഏരിയ കണക്ഷൻ പ്രോപ്പർട്ടീസിൽ IP അഡ്രസ് ക്ലയൻറ്റ് സിസ്റ്റത്തിൽ 1.3 എന്നും സബ്നെറ്റ് മാസ്ക് 255.255.255.0 എന്നും ഗേറ്റ്വേ മോഡത്തിൻ്റെ IP അഡ്രസ്സായ 192.168.1.1 DNSഉം ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക. ഏതൊരു സിസ്റ്റത്തിൻ്റെയും IP അഡ്രസ് ഏതാണ് എടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ലോക്കൽ ഏരിയ കണക്ഷൻ പ്രോപ്പർട്ടീസിൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്താൽ അറിയാവുന്നതാണ്. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.